ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കഴിഞ്ഞ വർഷം ഞങ്ങൾ കുറച്ച് മാസം ഗുരുവായൂർ താമസമാക്കിയ കാര്യം. അങ്ങനെ 2025 ജൂലൈ 10 അവസാനമായിട്ട് ഞാൻ ഭഗവാന്റെ ഉച്ചപൂജാലങ്കാരം കാണുകയാണ് കേട്ടോ. അന്ന് ഞാൻ കണ്ട കാഴ്ച ഭഗവാൻ സന്താന ഗോപാലനായിട്ടുള്ള രൂപമാണ്. അങ്ങനെ ആ രൂപമൊക്കെ ദർശിച്ചു. ഞാൻ പറഞ്ഞിരുന്നു, അവിടുന്ന് പോരുമ്പോൾ എനിക്ക് ചെറിയ എൻ്റെ മാനസികാവസ്ഥയെക്കുറിച്ച് വളരെയധികം വിഷമിച്ചിട്ടാണ് ഞാൻ ഗുരുവായൂർ നാട്ടിൽ നിന്ന് പോരുന്നത്. ഞങ്ങൾ കുടുംബസമേതം അവിടുന്ന് തിരിച്ചു പോരുന്നത്. അപ്പോൾ വളരെയധികം വിഷമത്തോടെ പോകുമ്പോൾ അവസാനമായിട്ട് ഭഗവാനെ കാണുകയാണ്. ഇനിയിപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ഇനി എപ്പോഴാണ് വരികയെന്ന് പറയാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ ഗുരുവായൂർ ആ ഒരു സ്വദേശം മുഴുവൻ കുറച്ച് സമയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഗുരുവായൂരപ്പൻ അവിടുത്തെ എല്ലാ പ്രസാദങ്ങളും എനിക്ക് തന്നു. അതുപോലെ മയിൽപ്പീലി, ഭഗവത്ഗീത എല്ലാം എനിക്ക് തന്നിട്ടാണ് അദ്ദേഹം എന്നെ അവിടുന്ന് പറഞ്ഞയക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടത്തോടെയാണ് ഞാൻ അവിടുന്ന് പോരുന്നത്. അവസാനത്തെ ഉച്ചപൂജ അലങ്കാരം സന്താന ഗോപാലനാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രതീക്ഷിക്കണം, ഇതെന്താണ് ഈ ഉച്ചപൂജ അലങ്കാരം. എൻ്റെ കൂടെ അന്ന് എൻ്റെ കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ മാരേജ് അടുത്ത ഏപ്രിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചത് ഒരു പക്ഷേ എൻ്റെ കസിന് ഉടനെ ഒരു കുഞ്ഞുണ്ടാവും, കല്യാണം കഴിഞ്ഞ് ഉടനെ ഒരു കുഞ്ഞുണ്ടാവും. അപ്പോൾ ഭഗവാൻ അവളെ അനുഗ്രഹിച്ചതാണ്. ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം കണ്ട് അവൾക്ക് വളരെയധികം ഭാഗ്യമുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു, ഇന്ന് നല്ല അലങ്കാരമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു, നിനക്ക് എന്തായാലും ഒരു കുഞ്ഞ് ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അതാണ് ഇങ്ങനെ ഒരു അലങ്കാരം നമുക്ക് കാണാൻ സാധിച്ചതെന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഗുരുവായൂരിൽ നിന്ന് ഞങ്ങൾ വളരെ സങ്കടത്തോടെ ഭഗവാനെ അവസാനത്തെ ആ ഒരു ഉച്ചപൂജ അലങ്കാരം കണ്ട് പിരിയാണ്. ഞാൻ എൻ്റെ ഭഗവാനോട്, എനിക്ക് സങ്കടമാണോ എന്താണെന്ന് എനിക്ക് പറയാൻ അറിയില്ല അവിടുന്ന് ഞാൻ പോരുമ്പോൾ. പക്ഷേ എനിക്ക് പോവല്ലാതെ വേറെ നിവർത്തിയുമില്ല. കാരണം എന്നെ കുറച്ച് കാലം ആ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിച്ചു, എന്നിട്ട് എന്നെ അങ്ങ് പറഞ്ഞയച്ചു ഭഗവാൻ. അപ്പോൾ പരിഭവമുണ്ട്, വേദനയുണ്ട്. ആ വേദന എന്ന് പറയുന്നത് തീരാത്തത്ര വേദന. കാരണം ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ആ മണ്ണിലേക്ക് വരുന്നത്. പിന്നീട് അവിടുന്ന് ഒന്നുമല്ലാതെ, ഭഗവാന്റെ ഒന്നുമല്ലാതെ പോവുക. ഞാൻ വരുമ്പോൾ അവിടേക്ക് എത്തുന്ന ദിവസങ്ങളിൽ ഞാൻ വിചാരിച്ചത്, ഞാൻ എൻ്റെ ഭഗവാന് എത്രയോ വേണ്ടപ്പെട്ട ഒരാളാണ്. അതുപോലെ തന്നെ എനിക്കെൻ്റെ ഭഗവാനില്ലാതെ കഴിയില്ല. അപ്പോൾ ഞാൻ ആ ഭഗവാൻ എന്നെ ഏത് ആപത്തിലും എന്നെ രക്ഷിക്കും, എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ആ മണ്ണിലേക്ക് വരുന്നത്. പക്ഷേ എല്ലാം കൈയൊഴിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ എത്ര വിളിച്ചിട്ടും ഭഗവാൻ കേൾക്കുന്നില്ല. വിഷമമുണ്ട്, സങ്കടമുണ്ട്, പരിഭവങ്ങളുണ്ട്. ഇതെല്ലാം ബാക്കി വെച്ചിട്ടാണ് ഞാൻ ആ ദേശത്തുനിന്ന് പോകുന്നത്. എന്തായാലും ആ അലങ്കാരമൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് പുതിയ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ താമസം ആക്കുന്നു. 2 മാസം കഴിഞ്ഞപ്പോൾ, ആ മാസം കഴിഞ്ഞ് അടുത്ത മാസം ആയപ്പോഴേക്കും ഞാൻ പ്രഗ്നൻ്റ് ആവുന്നു. പ്രതീക്ഷിക്കാത്ത, സത്യം പറഞ്ഞാൽ ഞാനൊരിക്കലും അടുത്തൊരു കുഞ്ഞുണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം എൻ്റെ കണ്ടീഷൻ അങ്ങനെയായിരുന്നു. ഹെൽത്ത്, തൈറോയ്ഡ് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു ഞാൻ പോയിരുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും ഭാഗ്യം കെട്ട സ്ത്രീ ഞാനാണെന്ന് വിചാരിച്ചിരുന്നു. കാരണം ഇനിയൊരു കുഞ്ഞും എനിക്കില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് എനിക്ക് എൻ്റെ മോനെ കിട്ടിയത്. അത് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയ ആ കുഞ്ഞ്, അതിനെ സന്തോഷത്തോടു കൂടി നോക്കുക. ഇനിയൊരു കുഞ്ഞിനെ എനിക്ക് തരാൻ പോലുള്ള അർഹതയില്ല. എനിക്ക് ഈ ലോകത്തൊരു ഭാഗ്യമില്ലാത്തൊരു സ്ത്രീയാണെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ആ ഗുരുവായൂരിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുന്നത്, ആ ദേശത്തു നിന്ന് ഞാൻ പോരുന്നത്. അപ്പോൾ രണ്ടാമതും ഞാൻ പ്രഗ്നൻ്റ് ആവുന്നു. പക്ഷേ തീർന്നില്ല, എൻ്റെ പരീക്ഷണങ്ങൾ അവിടെ ഒന്നും തീർന്നില്ല. ഞാൻ വളരെ സന്തോഷത്തോടെ ആയിട്ടോ. ഞങ്ങൾ പുതിയ നാട്ടിലെത്തിയപ്പോൾ ഞാൻ അവിടെ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്തിരുന്നു. ചെറിയൊരു സ്കൂളല്ല, ഒരു സെൻറ്ററിൽ പഠിപ്പിക്കാൻ പോയിരുന്നു. എന്തായാലും ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ പോയി പഠിപ്പിക്കാം, ഇനിയും സ്കൂളിലെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് ഹാപ്പി ആവാം, എൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറുമല്ലോ എന്നാണ്. പക്ഷേ ഡോക്ടർ എന്നോട് ആദ്യം പറഞ്ഞത് റെസ്റ്റൊന്നും വേണ്ട എന്നാണ്. പിന്നീട് ഡോക്ടർ എൻ്റെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്തായാലും സ്കാനിങ് കഴിഞ്ഞപ്പോൾ റെസ്റ്റ് വേണം എന്നുള്ള കണ്ടീഷനിലേക്ക് ഡോക്ടർ എത്തി. കാരണം ഉള്ളിൽ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ട്, എന്താകുമെന്ന് പറയാൻ കഴിയില്ല. പക്ഷേ സത്യം പറഞ്ഞാൽ ടെൻഷനാണ്, എന്താവും, കുഞ്ഞ് പോവുമോ എന്നൊക്കെ ഉള്ളൊരു പേടി ഉണ്ടായിരുന്നു.
കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ, ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, ആരും ഉണ്ടായിട്ടുമില്ല. അപ്പം ഞങ്ങൾ വളരെയധികം വിഷമത്തിലായിരുന്നു. പക്ഷെ ഞാൻ ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഓരോ മാസം ഓരോ ഇഷ്യൂസായിരുന്നു. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഷുഗർ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഈ ചെറിയ സിസ്റ്റ് പോലെ ഉണ്ടെന്ന് ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. അങ്ങനെ ഓരോ പ്രോബ്ലംസും, ഓരോ ക്രിട്ടിക്കലായിട്ടുള്ള പ്രോബ്ലംസ് ഓരോ സമയത്തും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു മറുപിള്ളയിലേക്ക് ബ്ലഡ് സർക്കുലേഷനുമായിട്ട് റിലേറ്റ് ആയിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. NTയിൽ ചെറിയ വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് ഞങ്ങളുടെ അടുത്തുള്ള ആശാ വർക്കറും അതുപോലെ നഴ്സും ഒക്കെ പറഞ്ഞു കുഞ്ഞിന് എന്തോ കുഴപ്പമുണ്ട്. അതുപോലെ ഞങ്ങൾ ഡോക്ടറും പറഞ്ഞു ഒന്നുകൂടി കാത്തു നിൽക്കാം, നമുക്ക് 5th സ്കാനിങ്ങും കൂടി നോക്കിയിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ആശാ വർക്കർ പറഞ്ഞു എന്തായാലും ഈ കുഞ്ഞിനെന്തോ പ്രശ്നമുണ്ട്, നിങ്ങളതിനെ അബോർട്ട് ചെയ്ത് കളയണം. അതുപോലെ നേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കുഞ്ഞിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ പെട്ടെന്ന് അവരിങ്ങ് പറഞ്ഞു, അവരെന്നെ സമാധാനിപ്പിക്കുക പോലും ചെയ്യാതെയാണ് അങ്ങ് പറയുന്നത്. എനിക്കത് അംഗീകരിക്കാൻ പോലും സാധിക്കുന്നില്ല. ഞാൻ വിചാരിക്കുന്നത് ഭഗവാൻ എനിക്ക് തന്നതാണ്. ഞാൻ അവിടുന്ന് പോരുമ്പോൾ എനിക്ക് ഭഗവാൻ സന്താനഗോപാലനായി വന്നുകൊണ്ട് ഒരു കുഞ്ഞിനെ തന്നതാണ്. അങ്ങനെയുള്ള ഭഗവാൻ തന്നെ എൻ്റെ കുഞ്ഞിനെ എടുക്കുകയാണോ എന്നുള്ള ചോദ്യമായിപ്പോയി പിന്നീട്. എന്തായാലും ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ഡോക്ടറെ അടുത്ത് പോയി. പിന്നെ സ്കാനിങ്ങും കാര്യങ്ങളും ചെയ്തപ്പോൾ ഡോക്ടർ കുഴപ്പമില്ല, നോർമലാണ്, ഹാപ്പി ആയിട്ട് ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ സമാധാനിച്ചു. അങ്ങനെ അത് കഴിഞ്ഞു. ഇതെല്ലാം മറികടന്ന് ഒരു കുഞ്ഞുണ്ടാവാൻ പോവുകയാണ്. 9th month ആയപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയിലാണ് ആ കുഞ്ഞിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പെട്ടെന്നൊരു ചൊറിച്ചിൽ, ഭയങ്കര ശരീരം മൊത്തം ചൊറിയുക. എന്താണ് എനിക്കിത് ചൊറിയുന്നത് മനസ്സിലാവുന്നില്ല. രാത്രി കിടക്കാൻ തുടങ്ങിയാൽ 1 മണിക്ക് തുടങ്ങിയാൽ പിന്നെ ഞാൻ ഒരു 4 മണി വരെ ചൊറിയാണ്. എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. കൈയിൻ്റെ ഉള്ളനടിയിലും കാൽപാദത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഭയങ്കര ചൊറിച്ചിൽ. സാധാരണ ഗർഭിണികൾക്ക് ചൊറിച്ചിലുണ്ടാവും, പക്ഷേ ഇങ്ങനെ ഒരു ചൊറിച്ചിൽ അത് ഡോക്ടേഴ്സ് ആയാലും ആശങ്കപ്പെട്ടുകൊണ്ടാണ് പറയാൻ തുടങ്ങിയത്. ഇത് ഒരു പക്ഷേ ഈ കരൾ സംബന്ധമായിട്ടുള്ള രോഗത്തിൻ്റെ ലക്ഷണമാവാം എന്നൊക്കെ പറയണ്ടായി. അപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലപ്പോഴും എനിക്കെന്തോ രോഗമാണ്, എനിക്ക് തുടക്കം മുതലേ ഓരോ ഇഷ്യൂസ് ഉണ്ട്, ഒരു പക്ഷേ ഞാൻ മരിച്ചു പോകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. ഞാൻ ഹസ്ബൻഡിനോട് നേരത്തെ പറഞ്ഞു, ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ മകനെ നോക്കണം, മകനെ പൊന്നുപോലെ നോക്കണം, മറ്റൊരു വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ 37 വീക്കായപ്പോഴേക്കും എൻ്റെ ഡെലിവറി നടത്താൻ വേണ്ടി ഡോക്ടർ പറയുകയാണ്. ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു, ലാബ് റൂമിലേക്ക് പോകുന്നു. ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ മറ്റൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ളൊരു ചേച്ചിയെ പരിചയപ്പെടുകയാണ്. അവരുടെ പേരൊന്നും എനിക്ക് അറിയില്ല, പേര് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ചേച്ചി, നെറ്റിയിൽ ഒരു കാക്കാപ്പുള്ളിയൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊക്കെ നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് പെട്ടെന്നെന്തോ ECGയിൽ എന്തോ വേരിയേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നഴ്സുമാർ വല്ലാതെ ടെൻഷനായിക്കൊണ്ട് ഓടുന്നുണ്ട് അവരെ പിടിച്ചിട്ട്. അപ്പോൾ അവരെന്നോട് ചിരിച്ചിട്ട് അവരങ്ങ് പോയി. അതിനുശേഷം പിന്നെ എൻ്റെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ റൂമിലേക്ക് മാറി. എനിക്കൊരു കുഞ്ഞ് ജനിച്ചു, മോള് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷമായിട്ടും, കാരണം എനിക്ക് മൂത്തത് മോനാണ്. അപ്പോൾ അവന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു അനിയത്തി ഉണ്ടാവണമെന്ന്. അവരെപ്പോഴും പറയും എനിക്കൊരു കുഞ്ഞാവ് ഉണ്ടാവണം, സ്കൂളിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ട് സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ, എനിക്ക് മാത്രമുള്ളൂ ഇല്ലാത്തത് എന്നൊക്കെ പറഞ്ഞ് അവൻ ഞങ്ങളോട് വിഷമം പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു സെക്കൻഡ് ബേബിയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നതും അതില്ലാത്തതിൻ്റെ വിഷമവും ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലാബ് റൂമിൽ നിന്ന് ഞങ്ങൾ റൂമിലേക്ക് എത്തി. കുഞ്ഞാവയുമായിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആ പെൺകുട്ടി മരിച്ചുവെന്ന്. ഡെലിവറി സമയത്ത് അവർക്ക് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, എന്തൊക്കെയോ ഇഷ്യൂസുള്ള ആളായിരുന്നു അവർക്കുള്ളത് മോള് തന്നെ ആയിരുന്നു. അവർക്കും ജനിച്ചതൊരു കുഞ്ഞാവ മോള് തന്നെ ആയിരുന്നു. അപ്പോൾ ഇതറിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനായിപ്പോയി. സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ഞാൻ മരിക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ മറ്റൊന്നാണ് ഉണ്ടായത്. എന്തായാലും എന്തും സങ്കടം തന്നെയാണ്. ആ ഒരു ഡെലിവറി സമയം എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയിലൂടെ ആയിരുന്നു കടന്നു പോയിരുന്നത്. ഭഗവാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല.
അതുപോലെ തന്നെ എല്ലാവരെയും ഭഗവാന്റെ ഒരു പ്രൊട്ടക്ഷൻ എല്ലാവർക്കും ഉണ്ടാവണം. ഭഗവാനെ മുറുകെ പിടിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, കൂടെ ഉണ്ടാവും, ഉറപ്പാണ്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.